എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാലി റേസിന് വന്നതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേനും റാലിയെല്ലാം തീർന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് റാലി നടക്കുന്നത്. ആ ഒരു സൈഡിലേക്ക് ആണ് റാലി നടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം ഇപ്പുറത്തോടെ പോകണം. അപ്പോൾ എന്തായാലും പോയി നോക്കാം. എന്ത് പരിപാടിയൊന്നും അറിയത്തില്ല. ലൈക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. കാസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ റോഡിൽ കൂടെ വരുമെന്ന്. അതെ 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 വണ്ടി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ റാലി റേസിൻ്റെ വണ്ടിയെല്ലാം ഇവിടെ ഇട്ടേക്കുന്നത്. ഈ കാഴ്ചയെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുക. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ നോക്കാം. എന്തായാലും കാണാൻ പറ്റുന്നുണ്ടോ കാർ ഇട്ടേക്കുന്നത്. ഇവിടെ ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇവിടുന്ന് സംഭവം നോക്കട്ടെ അകത്ത് കിട്ടും. ഓ മേ അപ്പോൾ റാലി നടക്കുന്ന ഇവിടെ അല്ല. ഞാനിപ്പം ഇവരോട് തിരക്കിയപ്പോൾ ഇവർ പറഞ്ഞത് ജസ്റ്റ് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റാലിക്ക് വന്നിരിക്കുന്ന കാഴ്സ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ റാലി നടക്കുന്ന ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് വണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് നോക്കാം. അപ്പം ഞാൻ റാലി നടക്കുന്ന സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം എന്താ പരിപാടി എന്തുവാന്ന്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ബാരിക്കേഡെല്ലാം വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. എന്നിട്ട് കാറൊന്നും വിടത്തില്ല. കിട്ടില്ല പ്ലേസ്. കാറിൻ്റെ സൗണ്ട് ഇവിടം വരെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. കാസിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തെ നല്ല എക്സൈറ്റ്മെൻറ്റ്. എങ്ങനെയാ പരിപാടി നോക്കാമല്ലോ. ഫ്രാൻസിൻ്റെ ഔട്ടർ സൈഡ്, കൺട്രി സൈഡിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല പ്ലേസാണ്. കിട്ടില്ല പ്ലേസ്. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവിടെ ഫോറസ്റ്റ് ഇല്ലെന്നാണ്. കണ്ടിട്ട് ഫുള്ള് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് നടക്കാനുണ്ടെന്ന് തോന്നുന്നു കുറേ. ഇവിടെ നിന്നിപ്പം കാറിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ഇതുവഴി വേണം പോകാൻ. സ്റ്റെയറൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമല്ല.
പുള്ളിയുടെ വണ്ടി ഉണ്ട് അവിടെ ഒന്ന് ലിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. Au début, ouais, il m'en parlait, il me disait que il savait pas que ça allait chaud, peut-être. അപ്പോൾ ഞാൻ പുള്ളീനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓ അപ്പം പുള്ളി എന്നെ അവിടുന്ന് അപ്പുറം സൈഡിലോട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലോണം കാണാൻ പറ്റുമെന്നുള്ള. എന്നിട്ട് അവിടെ നിന്ന് നോക്കട്ടെ. വഴിയൊന്നും കാണുന്നില്ല. പുള്ളീനെ പറഞ്ഞു വിടുകയും ചെയ്ത് എനിക്കൊന്ന് ഇതുവഴിയാന്ന് തോന്നുന്നു. ഒരു വഴിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നാട്ടിൽ വന്ന ഫീലാണല്ലോ. ഇതുവഴി പോയി കഴിഞ്ഞ് ഓക്കെ ഇവിടെയാന്ന് തോന്നുന്നു. നോക്കട്ടെ. അവിടെ പോയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് വന്ന് ഇവിടെ തന്നെ നിന്ന് കാണാമെന്ന് വിചാരിച്ച്. 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് ഇവിടെയാണ്, പിന്നെ വേറെ സ്ഥലം അപ്പുറത്ത്. വരുന്നു. ഇവിടെ ആണെങ്കിൽ റാലി കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഫുള്ള്. വീക്കെൻഡ്സായിട്ട് ഇവിടെ റാലിക്ക് വന്നവർക്ക് ഫുഡ് കഴിക്കാനും പറ്റിയ പ്ലേസൊക്കെ ഉണ്ട്. Galion avec une 406. Elle est അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അടുത്ത ട്രാക്കിന് പോകാനുള്ള കാഴ്ച എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നത് സീൻ. എൻ്റെ ഇടയ്ക്കൊരു വിൻറ്റേജ് സാധനം ഞാൻ കണ്ടു. വിഷയ സാധനം. ഞാൻ അടുത്തോട്ട് പോയിട്ടൊന്ന് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. വിഷയം. ഇവിടെ നല്ല വണ്ടി എടുത്തോണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഇവിടെ വന്നെങ്കിൽ ഒന്നും പിടിയും കിട്ടുന്നില്ല. കുറേ വണ്ടി മാത്രം ഇങ്ങനെ കിടക്കുന്ന മാത്രം പിടി കിട്ടുന്നുണ്ട്. എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ പോയി നോക്കട്ടെ. കിട്ടി കണ്ടുപിടിച്ച് അവിടെ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ.
വിശ്യം സാധനം. വിഷയം അപ്പോൾ ഞാൻ തിരിച്ചിവിടെ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം റാലിയെല്ലാം കഴിഞ്ഞു, രാവിലെ തുടങ്ങിയതാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ഉച്ചയായി. ഇപ്പം നമ്മുടെ ഇവിടോട്ട് വന്നിട്ടുണ്ട്, വണ്ടിയെല്ലാം ഇട്ടേക്കുന്നിടത്ത്. നോക്കട്ടെ എന്താ പരിപാടി.
Claude, ça passe? അപ്പോൾ വണ്ടിയെല്ലാം അകത്ത് കയറി. ഏകദേശം ഒരു 120 കാഴ്സ് ഉണ്ടായിരുന്നു റാലി റേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും അതായത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം എന്താ പരിപാടി. ഫസ്റ്റ് പ്ലേസ് എനിക്ക് തോന്നുന്നു പോളോയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കാം അവിടെയാണ് നടക്കുന്നത്. അപ്പം പരിപാടി ഇത്ര ഉള്ളായിരുന്നു. കളറായി, സീനായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. അപ്പം ഇനി ഫംഗ്ഷൻ്റെ പരിപാടിയാണ്, അതിന് രാത്രി വരെ ഉണ്ട്. അപ്പം നമ്മൾ അത്ര നേരം നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി കണ്ടു. കൊള്ളാം. നല്ല എന്താണ് ബാരിക്കേഡ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ആൾക്കാർക്കൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 50 മീറ്റർ 100 മീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് മാറി നിൽക്കണം കാണണമെങ്കിൽ. ചില സ്ഥലത്ത് മാത്രം ഒരു 50 മീറ്റർ. അങ്ങനെ ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു, സെറ്റ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.